ഹായ് ഓൾ, എല്ലാവർക്കും അഡ 24/7 വിഷു ആശംസകൾ. ഇന്ന് കുറച്ച് വിഷുവിൻ്റെ വിശേഷങ്ങളായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ സാർ? അപ്പോൾ നമ്മൾ ഇന്ന് വിഷുക്കണിയൊക്കെ കണ്ടോ സാർ? വിഷുക്കണിയൊക്കെ കണ്ടായിരുന്നു. കൈനീട്ടം കിട്ടി. അപ്പോൾ കൈനീട്ടമൊക്കെ കിട്ടി. നിങ്ങൾക്ക് എല്ലാവർക്കും കൈനീട്ടമൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വിഷുവിനെ സംബന്ധിച്ചിടത്തോളം. എന്താണ് കൈനീട്ടം, കണി കാണൽ അല്ലേ? ആ ഒരു കാര്യമാണ് വിഷു എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓടിയെത്തുന്നത്. അപ്പോൾ എനിക്ക് എന്തായാലും കൈനീട്ടവും കിട്ടി, ഞാൻ കണിയും കണ്ടിട്ടുണ്ട്. അതല്ലേ, എനിക്ക് ആരും കൈനീട്ടം തന്നില്ല സാർ. സാറിന് ഇപ്പൊ തന്നായോ അത്രേ ഉള്ളൂ. കഴിയുമ്പോഴത്തേക്ക് ഞാൻ കൈനീട്ടം തരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷുവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, അത് പ്രത്യേകിച്ച് നമ്മുടെ പ്രത്യേകിച്ച് പി എസ് സി ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സാർ എന്തായാലും നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം. നമ്മളിപ്പോൾ ആദ്യം കാണുന്നതിന് കണിക്കൊന്നയാണ്. വിഷുവിന് കണിക്കൊന്ന ഇല്ലാതെ എന്ത് വിഷു അല്ലേ സാർ? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സാർ നമ്മുടെ പിള്ളേരുടെ അടുത്ത് വിഷു റിലേറ്റ് ചെയ്ത്, കണിക്കൊന്ന റിലേറ്റ് ചെയ്ത് പി എസ് സിക്ക് വരുന്ന ഒരു ചോദ്യം ചോദിച്ചു സാർ. കണിക്കൊന്ന റിലേറ്റ് ചെയ്ത് പി എസ് സിയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് പറയാവുന്നത് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്തെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഒത്തിരി തവണ പി എസ് സി റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റനാണ്. എന്താണ് കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം? കാഷ്യോ ഫിസ്റ്റുല എന്നുള്ള ആ ഒരു പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഏറ്റവും നമ്മുടെ വിഷുവായിട്ട് തുടക്കത്തിൽ തന്നെ നമുക്ക് പി എസ് സി റിലേറ്റഡ് ആയ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ മനസ്സിലെല്ലാം എത്തുന്നത് ആ ഒരു ഫാക്റ്റ് തന്നെയാണ്. അതെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ, സയന്റിഫിക് നെയിം പി എസ് സിയുടെ ഒരു ഇഷ്ടപ്പെട്ട മേഖല തന്നെയാണ്. അപ്പോൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് വിഷുക്കണി എന്നൊക്കെ പറയുമ്പോൾ സാർ ഒരുപാട് പഠിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ നോർമലി അതായത് പി എസ് സി നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് വിഷുക്കണി വെറും വിഷുക്കണിയായിട്ട് മാത്രമാണ് കാണുന്നത്. പക്ഷെ ഇപ്പൊ വിഷുക്കണിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് നമ്മുടെ വിഷുക്കണിയാണെന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ നമുക്ക് ഒരു പി എസ് സി ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ എഴുന്നേറ്റ് കണി കാണുമ്പോൾ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഓർമ്മ വരണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് ചോദ്യങ്ങൾ ഉത്തരങ്ങളായിട്ട് വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ ബോർഡിൽ കാണുന്നത്. ഒരു വിഷു കണിക്കാത്ത അപ്പോൾ കണിക്കാത്ത എന്തൊക്കെ വയ്ക്കും എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഫ്രൂട്ട്സ് വയ്ക്കാറുണ്ട്, വെജിറ്റബിൾസ് വയ്ക്കാറുണ്ട്, പ്രധാനമായിട്ടും കണിക്കൊന്ന അല്ലെ? അതെ, അത് നമ്മുടെ പ്രത്യേകിച്ച് കണിക്കൊന്നയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പുഷ്പവും കൂടിയാണ് കണിക്കൊന്ന അല്ലെ സാർ? പിന്നെ നമുക്ക് ചക്കയെ കുറിച്ച് പിന്നെ പറയണ്ട. ചക്ക എന്തായിരുന്നു സാർ, പറഞ്ഞോളൂ. ചക്കയായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഓർമ്മ പറഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിലുണ്ട് ചക്ക. അപ്പോൾ നമ്മുടെ എന്താ പറയുക, കൊറോണ സമയത്തൊക്കെ നമ്മളെല്ലാം ഏകദേശം എല്ലാവരുടെയും വീട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ചക്ക, മാങ്ങ അതുപോലുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇല ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ കഴിച്ചിട്ടുണ്ട്. ശരി, അതിപ്പോൾ നമ്മുടെ പി എസ് സി റിലേറ്റഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും പ്ലാവ് അതുപോലെ തന്നെ നമ്മുടെ സൈലന്റ് വാലി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, സൈലന്റ് വാലി. അപ്പോൾ സൈലന്റ് വാലിയിലെ നമ്മുടെ സിംഹവാലൻ കുരങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. അതിന് കാരണമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെടിപ്ലാവുകൾ എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞു കുഞ്ഞു ചക്കയാണ്. ശരിക്കും നമ്മൾ നോർമൽ ആയിട്ട് വലിയ ചക്കയാണ് നമ്മൾ കാണുന്നത്. ഇത് കുഞ്ഞു കുഞ്ഞു ചക്കയാണ്. ഇത് ജസ്റ്റ് പൊളിച്ചാലുണ്ടല്ലോ 4 കഷ്ണങ്ങളായിട്ട് 4 ചൊള്ള പോലെയൊക്കെ അല്ലേ സാർ ഇത് വരുന്നത്? ഭയങ്കര രസമാണ് കാണാൻ. കുഞ്ഞു ചക്കല കാണാൻ ഇഷ്ടപ്പെട്ട എന്താ പറയുക ഒരു ഭക്ഷണ പദാർത്ഥമാണിത്. അതുകൊണ്ടാണ് അവയുടെ ആവാസ വ്യവസ്ഥയായിട്ട് അത് പരിഗണിക്കപ്പെടുന്നത്. ഈ വെടിപ്ലാവുകൾ ധാരാളം കാണപ്പെടും. അപ്പോൾ അവർക്ക് ഫലപുഷ്ടമായിട്ടുള്ള എന്താ പറയുക ഭക്ഷണങ്ങളെല്ലാം അവർക്ക് കിട്ടുന്നുണ്ടാവും. അപ്പൊ സിംഹവാലൻ കുരങ്ങുകളെ നിലനിർത്ത് തന്നെ ശരിക്കും ഈ ഒരു വെടിപ്ലാവിന്റെ സാന്നിധ്യം കാരണമാണ്. ഇപ്പൊ സൈലന്റ് വാലിയിൽ മാത്രമാണ് സിംഹവാലൻ കുരങ്ങുകൾ. സൈലന്റ് വാലി ഏത് ജില്ലയിലാണെന്ന് പറയാവോ? അറിയുന്നവര് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഏത് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ഞങ്ങൾ ചോദിക്കണം, നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ജില്ല നിങ്ങൾക്ക് അറിയാവുന്നതാണ്, തീർച്ചയായും കമന്റ് ചെയ്യുക. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ചക്കന്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഫലമാണ് ചക്ക. അപ്പൊ ഈ സാർ വേറൊരു ഡൗട്ട് വെച്ചോട്ടെ, ഈ ഫലം എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ കേട്ടോ കുറെ പേര് ഫലം എന്നാണ് പറയാറ്, ചില പേര് ഫലം എന്നാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തർക്കങ്ങൾ വരെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. എനിക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യം എന്ന് പറയാം, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ സാധാരണ ഫലം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഫായുണ്ട്, ഫാൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഫായാണ് സാറിന് യൂസ് ചെയ്യുന്നത്. പലയിടത്തും കേട്ടിട്ടുണ്ട് ബായൊക്കെ യൂസ് ചെയ്ത് ഫലം എന്നൊക്കെ പറയുന്നത്, ഫരണിയുടെ ഫായൊക്കെ യൂസ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ടെക്സ്റ്റുകളിലും പുസ്തകങ്ങളിലും ബാക്കി ബുക്കുകളിലൊക്കെ നമ്മൾ നോക്കുമ്പോഴും വായിച്ചിട്ടുള്ളതെല്ലാം കണ്ടിട്ടുള്ളത് ഫാ എന്നുള്ളതാണ്. നമ്മുടെ എന്താ പറയാ ഫാനിന്റെ ഫാ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാന്നുള്ള കാര്യം ഒത്തിരി തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യം ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ്. നമ്മളിപ്പോൾ കോളേജ് പഠിക്കുമ്പോഴായാലും നമ്മുടെ ബാക്കി ഫ്രണ്ട് സർക്കിളിലായാലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം അത് മാത്രമല്ല മിക്ക സ്ഥലങ്ങളിലും ഭാഷാപരമായിട്ടുള്ള ഈ ഒരു വ്യത്യാസങ്ങൾ തർക്കങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലും ഈ വിഷയത്തിലെ ഈ ഫലങ്ങളും ഇതെല്ലാം കാണുമ്പോൾ അത് ഓർമ്മ വരുന്നുണ്ട്. അതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ, അത് താഴെ കമന്റ് ചെയ്യാവുന്ന കേട്ടോ. ഈ ഫലമാണോ ഫലമാണോ എഴുതുമ്പോഴല്ല നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പ്രൊണൗൺസ് ചെയ്യുക എന്നാണ് ചോദിച്ചത്. അപ്പൊ ആരെങ്കിലും ഇതിന് വ്യത്യസ്ത അഭിപ്രായം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിൽ പറയുമെങ്കിൽ അതൊക്കെ കമന്റ് ചെയ്യാം. പിന്നെ അടുത്ത നമ്മളൊരു ഫ്രൂട്ട് നോക്കുകയാണെങ്കിൽ മാങ്ങ. അപ്പൊ മാങ്ങയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം മാങ്ങയുടെ സയന്റിഫിക് നെയിം എന്താണ് സർ? മാഞ്ചിഫെറ ഇൻഡിക്ക എന്നാണ്. അത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നത്. അതുപോലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പി എസ് സി ക്വസ്റ്റ്യനും കൂടിയിട്ടാണ്. പിന്നെ മാങ്ങ നമ്മുടെ ഒരു ഔദ്യോഗിക
പഴം കൂടിയാണ്, ഫലം കൂടിയാണ്, ഏത് രാജ്യത്തിന്റെയാണ്? നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെയാണ്. ഇതൊക്കെ PSCയുടെ ശരിക്കും നമുക്ക് ഒരു 10th ലെവൽ 7th ലെവലിലൊക്കെ ക്വസ്റ്റ്യൻ ഒക്കെ സാധാരണ രീതിയിൽ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. പിന്നെ ചക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ മാത്രമല്ല കേട്ടോ, അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ബംഗ്ലാദേശും ശ്രീലങ്കയിലൊക്കെ നമുക്ക് അവരുടെ ഔദ്യോഗിക ഫലം എന്ന് പറയുന്നത് ചക്കയാണ് അല്ലേ സർ? അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇപ്പൊ ഒരു വിഷുക്കണി എന്ന് പറയുമ്പോൾ ഒത്തിരി 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 PSC ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അതിന് കിട്ടും. അപ്പോൾ നമ്മൾ ഈ വിഷുക്കണി കാണുമ്പോൾ ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസും കൂടിയിട്ട് ഇങ്ങനെ നല്ല റിവൈസ് ചെയ്യാം അല്ലേ സർ? അപ്പൊ ഉച്ചയ്ക്ക് നമ്മളിപ്പോ ഒരു PSC ആസ്പിരന്റ് എന്ന നിലയിൽ തീർച്ചയായിട്ടും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പഠിക്കേണ്ടതുള്ളത്. എന്തായാലും ഈ വിഷു എന്ന് പറയുന്ന ഒരു പുതുവർഷമായിട്ടാണ് നമ്മുടെ മലയാളക്കാരെ എല്ലാം ആഘോഷിക്കുന്നത്. അപ്പോൾ ആ പുതുവർഷത്തിൽ നമുക്കൊരു ജോലി നേടാൻ വേണ്ട കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നു. ഒരു വിഷു ആയിട്ട് റിലേറ്റ്, ഒരു കണിയായിട്ട് വന്ന് സാറും മേഡം കൂടെ വന്ന് എന്താ പറയുന്നത്? അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നമുക്ക് അറിയാവുന്ന കാര്യം. പക്ഷേ സിമ്പിളായിട്ട് തോന്നുന്ന ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പഠന കാര്യങ്ങളിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ അത് അതിൻ്റേതായ പ്രാധാന്യത്തോടെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷുവിൽ എല്ലാവരും എന്താ പറയുക, നല്ലൊരു സർക്കാർ ജോലിയിലേക്ക് വരാനുള്ള നിങ്ങളുടെ പ്രയത്നത്തിന് തുടക്കം കുറിക്കുക. നല്ലൊരു അവസരമാണ്. ഇനി നമുക്ക് ഒത്തിരി എക്സാംസ് വരുന്നുണ്ട്. ഒരു ആനുവൽ കലണ്ടർ PSC പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലേ, അതിനകത്ത് നമുക്ക് നോക്കി അറിയാം എന്താ എക്സാംസ് ഉണ്ട്. അതിൽ കൂടാതെ ഇനിയും ഒത്തിരി എക്സാംസ് വരാനിരിപ്പുണ്ട്. നമ്മുടെ LSGS, അതുപോലെ തന്നെ നമ്മുടെ LDC ഉണ്ട്. അങ്ങനെയുള്ള LSGS അടുത്ത മാസം ഇനി നമ്മുടെ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. SSC നോട്ടിഫിക്കേഷൻ, റെയിൽവേയുടെ എക്സാം, ഗ്രൂപ്പ് D വരുന്നുണ്ട്. ഒത്തിരി എക്സാംസ്, ഒത്തിരി അവസരങ്ങൾ നമുക്ക് ഈ ഒരു പുതുവർഷത്തിൽ വരികയാണ്. 2024. അത് ഈ വിഷു എന്ന് പറയുന്നത്, ഈ വിഷുക്കാലം നമ്മൾ തുടക്കം വയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മുടെ ജീവിത വിജയം സാധ്യമാക്കാനുള്ള ഒരു കാര്യമാവട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വിഷുക്കാലത്ത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ സാർ മറ്റൊരു കാര്യം, നമുക്കും ഒരു കൈനീട്ടം ഇവർക്ക് കൊടുക്കാനുണ്ട്. കാരണം നമ്മുടെ കോഴ്സിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് നല്ല ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മഹാപാക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാക്കൽറ്റീസിന്റെ കോഡ് ഉപയോഗിക്കാം. ഇപ്പൊ Y681 എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ കോഡാണ്. അപ്പൊ 3905 രൂപയ്ക്ക് നിങ്ങൾക്ക് മഹാപാക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ PSC, SSC എല്ലാത്തിനും കൂടി പ്രിപ്പയർ ചെയ്യെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒറ്റ പാക്ക്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രത്യേകം എന്താ പറയുക, പൈസ ചെലവാക്കി വാങ്ങിയെന്നല്ല. SSCക്ക് പ്രിപ്പയർ ചെയ്യാം, PSCക്ക് പ്രിപ്പയർ ചെയ്യാം, ഏത് എക്സാമിന് വേണോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എക്സാംസ്, നമ്മുടെ FS പോലുള്ള എക്സാംസ്, ICDS, അതുപോലെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തായാലും തീർച്ചയായിട്ടും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒറ്റ പാക്കിലൂടെ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുക. ഇനി സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും അതിനും ഇതേ ഡിസ്കൗണ്ട് ഉണ്ട്. സാറിന്റെ കോഡ് പറയൂ സാർ. കോഡില്ല. അപ്പൊ സാർക്ക് കോഡില്ലാത്ത കാരണം പർച്ചേസ് ചെയ്യുന്നവർ ഈ കോഡ് യൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു വിഷു ഒന്നുകൂടി ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വിഷു അടിച്ചു പൊളിക്കുക, സന്തോഷത്തോടെ പഠിക്കല്ലേ, നല്ല ദിവസമായിട്ട് നന്നായിട്ട് പഠിക്കാൻ നോക്കുക. ഇന്നലെ പഠിച്ചതിനേക്കാളും കുറച്ച് കൂടുതൽ ആഘോഷമായതുകൊണ്ട് കുറച്ച് കൂടുതൽ അങ്ങോട്ട് പഠിക്കാൻ നോക്കുക അല്ലേ സാർ? അടുത്ത വിഷു ആകുമ്പോഴേക്കും സെറ്റ് ആവും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം. ബൈ.